കണ്ണടച്ച് വചനം ഗ്രഹിക്കാനായിട്ട് നീതി ഗ്രഹിക്കാനായിട്ട് കൃപയിൽ വരുവാനായിട്ട് അമ്മയായ മറിയത്തിന്റെ കൃപ അമ്മയെ മറിയുമ്പോൾ ഇതാ ദാസി ഇതൊക്കെ 1:48 ഇതൊക്കെ 1:45 വാക്യത്തല്ലേ വചനം പറയുന്ന എല്ലാം വിശ്വസിച്ചാൽ ഭാഗ്യവതി. ലൂക്കാ 2:14 സമാധാനം അവർക്ക് മാത്രമേ സമാധാനം ഉണ്ടാവുകയുള്ളൂ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മാത്രം ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. അവർക്ക് മാത്രമാണ് സമാധാനം. ദൈവങ്ങൾക്കാണ് സമാധാനം വരുന്നത്. യാക്കോബ് 4:6-10 കാലത്തിന് കൃപ തുടങ്ങുന്നത് തന്നെ എളിമയിലാണ്. അവിടുന്ന് കൃപാവരം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നത്, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമയുള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തെ വിധേയരായിരിക്കും, പിശാചിനെ ചെറുത്തു നിൽക്കും, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകലുന്നു. ദൈവത്തോട് ചേർന്ന് നിൽക്കും, അവിടെ നിങ്ങളോട് ചേർന്ന് നിൽക്കും. പാപികളെ നിങ്ങൾ കരങ്ങൾ ശുചിയാക്കുക, സ്നേഹമനസ്കരിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ശുചിയാക്കുക. ദുഃഖിക്കുകയും വിലപിക്കുകയും കരയുകയും ചെയ്യും. നിങ്ങളുടെ ചിരി കരച്ചുകൾ, നിങ്ങളുടെ സന്തോഷം വിഷാദമായി മാറ്റും. കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നവർക്ക് അവിടുന്ന് നിങ്ങളെ ഉയർത്തും. പ്രഭാഷകൻ 3:18 വർദ്ധിക്കുന്നത് നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാണ്. അപ്പോൾ കർത്താവിന്റെ കൃപയ്ക്ക് നീ പാത്രമാകും. ആ കൃപയ്ക്ക് പാത്രമാകുവാൻ കർത്താവേ ഞങ്ങളെല്ലാം ഞാൻ തുറക്കുന്നേശ്വരൻ. യാക്കോബ് 1:21 പറയുന്നു, ആകയാൽ എല്ലാ അശുദ്ധിയും വർദ്ധിച്ചു വന്ന തിന്മയും ഉപേക്ഷിച്ച് നിങ്ങളിൽ കാത്തിരിക്കുന്നത് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കുവാൻ കഴിവുള്ളവരാണ് വചനത്തെ വിനയപൂർവ്വം സ്വീകരിക്കുക. വിനയമുള്ളവർക്കാണ് ദൈവം എല്ലാം കൊടുക്കുന്നത്. ആ വിനയം ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഞങ്ങളെ വിനയവും എളിമയും ആരും പഠിപ്പിച്ചില്ലായിരുന്നു. ആ വിനയം എളിമയും കർത്താവ് ഇന്ന് ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ദാനിയേൽ 12:12 പറയുന്നു, 1345 ദിവസം വചനം പാലിച്ചാൽ വിശുദ്ധി പാലിച്ചാൽ നീ ഭാഗ്യവാനാണെന്ന്. കർത്താവേ, ആ കൃപകളെല്ലാം ഞങ്ങൾക്ക് തരണമേ, എളിമ തരണമേ. ഈ മാസം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. ഈ സമയം മുതൽ ഞങ്ങൾക്ക് കേൾക്കുന്നതാവും എല്ലാവരും പൂർണ്ണത്തെ വിട്ടുകൊടുക്കുന്നു. കർത്താവിന് ആവശ്യം പൂർണ്ണതയാണ്. അത് ഞങ്ങൾ വിട്ടുകൊടുക്കുന്ന കർത്താവ്. ഇത്രയും കാലം ഞങ്ങളുടെ സ്വന്തം കാര്യം അന്വേഷിച്ച് നടന്നു. ഈ ലോകത്തിലെ പ്രതാപത്തിന്, ധനമാർഗത്തിന്, ധനമോഹത്തിന്, പേര് പെരുമയ്ക്ക്, പ്രമാണത്തിന്, പാരമ്പര്യത്തിലായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ആദ്യമല്ലാവരുടെ മുമ്പിൽ ഒരു പൂർവ്വമാണ്. പ്രവാചകൻ പറയുന്നല്ലോ 41:14 പ്രവാചകൻ വീണ്ടും നാം ജഡം മാത്രമല്ല വീട്ടിലാണെന്നോ വൈറ്റലാണെന്നോ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ കർത്താവ് ഞങ്ങളെ തന്നെ മനസ്സിലാക്കി തരണമേ. അവരുടെ വചനം അയച്ച് വചനം കൊണ്ട് ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. വചനം ഗ്രഹിക്കുവാനുള്ള ഞങ്ങൾക്ക് തരണമേ. ാണല്ലോ അന്ന് വന്ന് വാസം അർപ്പിക്കുന്നത്. ഈ സമയം ഞങ്ങൾക്ക് എളിമയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആ എളിമ ഞങ്ങൾക്ക് തരണമേ കർത്താവേ. എളിമയുടെ മാത്രമേ അവനെ അറിയാൻ സാധിക്കുകയുള്ളൂ, അവയെ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങയുടെ വിശുദ്ധരായിരിക്കാൻ പറ്റുകയുള്ളൂ, അങ്ങയെ വചനം ഞങ്ങൾ നിലനിൽക്കുകയുള്ളൂ. അങ്ങയുടെ നബിയും ഞങ്ങൾക്ക് വേണ്ടി യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ലൂക്കായുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 4-15 വനത്തില് ഈശോ നമ്മളോട് പറയുന്നത് എന്താ നമ്മളോട് പറയുന്നത്? വിധക്കാരന്റെ ഉപമ. ഒരു വിധക്കാരന്റെ ഉപമ പറയുകയാണ്. പല പട്ടണങ്ങളിൽ നിന്ന് വന്നുകൂടിയ വലിയ ഒരു ജനക്കൂട്ടത്തോട് ഉപമയിലൂടെ അവൻ അരുളി ചെയ്തു. വിധക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലർ വഴിയെഴുതുകയും ആളുകൾ അത് ചവിട്ടിക്കളയുകയും പക്ഷികൾ അത് തിന്നുകയും ചെയ്തു. ചിലർ പാറമേൽ വീണു. അത് മുളച്ച് വളർന്നെങ്കിലും നനവില്ലാതിരുന്നത് കൊണ്ട് ഉണങ്ങിപ്പോയി. ചിലർ മുൾച്ചെടികൾക്കിടയിൽ വീണു. മുൾച്ചെടികൾ അതിനോടൊപ്പം വളർന്ന് അതിനെ മുറിച്ചുകളയുന്നു.
ചിലർ നല്ല നിലത്ത് വീണു. അത് വളർന്ന് 100 മേനി ഫലം പ്രസവിച്ചു. തുടർന്ന് അവൻ സ്വരം ഉയർത്തി പറഞ്ഞു, കേൾക്കാനും ചെവിയുള്ളവൻ കേട്ടിട്ടുണ്ട്. ഈ ഉപമയുടെ അർത്ഥം എന്ത് എന്ന് ശിഷ്യന്മാർ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാൻ വരം ലഭിച്ചിരിക്കുന്നത് നിങ്ങൾക്കാണ്. മറ്റുള്ളവർക്കാണെങ്കിലും അവ ഉപമകളോട് നൽകപ്പെടുന്നു. അവർ കണ്ടിട്ടും കാണാതിരിക്കുന്നതിനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് അത്. ഉപമ ഇതാണ്: വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി പിശാചുകൾ അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളയുന്നു. ഇവരാണ് വഴിയരികിൽ വീണ വിത്ത്. ആരെയും വീണത് വചനം കേൾക്കുമ്പോൾ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നതാണ്. എങ്കിലും അവർക്ക് വേദപ്പെടുക. അവർ പുനർനാളത്തേക്ക് വിശ്വസിക്കുന്നു. എന്നാൽ പ്രലോഭനങ്ങളുടെ സമയത്ത് അവർ വീണു പോകുന്നു. കൂടുതലുടെ ഇടയിൽ വീണത് വചനം കേൾക്കുമെങ്കിലും ജീവിതക്ലേശങ്ങൾ, സമ്പത്ത്, സുഖഭോഗങ്ങൾ എന്നിവ വചനത്തെ ഞെരുക്കി കളയുന്നത് കൊണ്ട് ഫലം പുറപ്പെടുവിക്കാത്തതാണ്. നല്ല നിരത്തിൽ വീണതോ വചനം കേട്ട് ഉത്കൃഷ്ടവും നിർമ്മലവുമായ ഹൃദയത്തിൽ അത് സംഗ്രഹിച്ച് ക്ഷമയോട് ഫലം പുറപ്പെടുവിക്കുന്നതാണ്. 4 തരം. ഒന്ന് വഴിയരിയിൽ വീണത്, പിന്നെ ഒന്ന് പാറമേൽ വീണത് വിത്ത്, പിന്നെ ഒന്ന് മുള്ളതിന്റെ ഇടയില്, പിന്നെ ഒന്ന് നല്ല നിലത്ത്. ഒരു ഏതിൽ വരണം നിങ്ങൾ? ധൈര്യങ്ങളോട് പറയും, ഏതിൽ വരണം? നല്ല നിലത്ത്. അവിടെയാണ് 30, 60, 100 മേനയും പെയ്യുന്നത്. കണ്ടോ? നല്ല അവർക്ക് ക്ഷമ വരും. ക്ഷമയില്ലാത്ത വേദനയാണ്. കണ്ടോ? ക്ഷമ വരും. പലരും വചനം കേൾക്കുന്നു. ലൂക്ക 8:12 ആര് വന്ന് എടുത്തുകൊണ്ട് പോകുന്നു? ചിലർ വചനം ശ്രമിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി ആര് വരുന്നു? പിശാച് എന്ന വിചാരിച്ചു വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞു. വാചനം എടുത്തോണ്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഒരാഴ്ച വേണ്ട വചനെല്ലാം കിട്ടി പുറത്തോട്ട് വീട്ടിൽ ചെന്നാൽ വൈകുന്നേരം ഇടിയായിരിക്കും. നാളെ കർത്താവിന് കൊടുക്കും, 2 ഭർത്താവും കൊടുക്കും. എല്ലാം വിളിയുന്നത് വചനമില്ലാത്തതുകൊണ്ടാണ്. വചനം ഉണ്ടെങ്കിലും നിങ്ങൾ കെട്ടിച്ചു വിടുമ്പോഴെങ്ങനെയാണ് ഇടുന്നത്? സ്ത്രീധനോ സ്വർണവും അങ്ങോട്ട് താങ്ങുന്ന കേട്ടി ഇടുവുന്നുണ്ട്. വീട്ടിൽ ചെന്നാൽ മാടങ്ങൾ ഇടുകയെല്ലാം കഴിയുമ്പോ ഭർത്താവ് ഇങ്ങോട്ട് മടങ്ങിപ്പോയി കുട്ടിയാണെന്ന് പറയല്ലേ? എന്തെന്ന് നേരെ മറിച്ച് അമ്മയപ്പനും വചനം കൊടുത്തിട്ടില്ലെങ്കിലോ മക്കൾക്ക്. ഇന്നത്തെ പൗലോസ് പറയുകയാണ് 1 കൊരിന്ത്യർ 14:6-26 ഏതെങ്കിലും ഒരു സങ്കീർത്തനങ്ങളോ ഒരു ഗാനോലാപനങ്ങളോ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുണ്ടോ? 1 കൊരിന്ത്യർ 14 ഉണ്ടോ കയ്യില്? ഒന്ന് വായിച്ചോളൂ. ഏറ്റവും വലിയ ലിറ്ററേച്ചറാണ്, ഷേക്സ്പിയറൊന്നും അല്ല. അതെല്ലാം സകലത് ഈ ഭൂമിയിലെ എല്ലാ ലിറ്ററേച്ചറും ഈ 1 കൊരിന്ത്യർ 14 14 വചനത്തിനോട്. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങിന് ചിലമ്പുന്ന കൈത്താളമാണ്. എനിക്ക് പ്രവചന വരമുണ്ടായിരിക്കും. സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കും. സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടാകാതെ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമില്ല. ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയപ്പെടുന്നതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല, അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിന് ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവചനങ്ങൾ കടന്നുപോകും, ഭാഷകൾ ഇല്ലാതാകും, വിജ്ഞാനം പുരോഗമിക്കും. നമ്മുടെ അറിവും പ്രവചനവും അപൂർണമാണ്. പൂർണ്ണമായവ ഇരിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ യുക്തി വിചാരണ. എന്നാൽ പ്രായത്തിൽ വന്നപ്പോൾ ശിശു സഹിതമായ കൈതന്നു. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ എന്ന പോലെ അവ്യക്തമായി കാണുന്നത്. അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിച്ചു. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു. അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. സ്നേഹമാണ്. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഭയം. ദൈവസ്നേഹം കർത്താവ് വന്നത് തന്നെ യോഹന്നാൻ 11:34-35 ഈശോ പറയുകയാണ്, ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നതാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക.
ഞാൻ പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണ്. അതുമൂലം എല്ലാവരും അറിയും. അതുമായി ഭയം അനേക സഹോദരങ്ങൾ ഭയങ്കര ഭയമാണ്. സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഭർത്താവിന്റെ സ്നേഹം കിട്ടുന്നില്ല, അപ്പനും അമ്മയുടെ സ്നേഹം കിട്ടുന്നില്ല, മക്കളുടെ സ്നേഹം കിട്ടുന്നില്ല. കാരണം മകനെ എടുക്കുന്ന ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ് ഭർത്താവിനെ. ഈശോയ്ക്ക് പകരം ആരെ കയറ്റി വെക്കും? ഭർത്താവ് ആരെ കയറ്റി വെക്കും? ഇവിടെ ഭാര്യയെ കയറ്റി. ഭാര്യ ആരെ കയറ്റി വെക്കും? ഭർത്താവിനെ കയറ്റി. ഭർത്താവിന്റെ ആ എല്ലാ ദുഷ്ടതകളും ഇവിടെ ഈശോനെ കയറ്റി വെച്ചാലോ? അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് 1 പത്രോസ് 3:15-16 ഈശോയുടെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കാനായിട്ട്. ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുന്നു. നിങ്ങൾക്കുള്ള പ്രത്യാശയെപ്പറ്റി വിശദീകരണം ആവശ്യപ്പെടുന്ന ഏവരോടും മറുപടി പറയാൻ സദാ സന്നദ്ധരായിരിക്കും. എന്നാൽ അത് ശാന്തതയോടും ബഹുമാനത്തോടും കൂടി ആയിരിക്കട്ടെ. നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർമ്മലമായി സൂക്ഷിക്കുന്നു. ക്രിസ്തുവിനുള്ള നിങ്ങളുടെ നല്ല പെരുമാറ്റത്തെ ദുഷിച്ചു പറയുന്നവർ അങ്ങനെ ലജ്ജിതരായിത്തീരും. ഭയം വരുന്നത് സ്നേഹമില്ലാത്തതുകൊണ്ടാണ്. ഒരു യവന് 4:18 സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കും. സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല. പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു. കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അതുകൊണ്ടാണ് കർത്താവിനെ കിട്ടാത്തത്. സ്നേഹം വരുമ്പോൾ കടപ്പാടില്ലാത്ത സ്നേഹമായിരിക്കണം. പണത്തിനോ മറ്റുള്ള ഏത് ബന്ധനമില്ലാത്ത സ്നേഹമായിരിക്കണം. അതാണ് റോമ 13:8-10 വനത്തില് പൗലോസ് പറയുന്നത് എങ്ങനെയായിരിക്കണം സ്നേഹമെന്നാണ്. പരസ്പരം സ്നേഹിക്കുക എന്നതൊഴികെ നിങ്ങൾക്ക് ആരോടും ഒരു കടപ്പാടുമുണ്ടാകും. ഒരു കടപ്പാടുണ്ടാകാൻ പാടില്ല. കർത്താവ് വരുമ്പോ എന്നാൽ അയൽക്കാരെ സ്നേഹിക്കാൻ നിയമം പൂർത്തീകരിച്ചു കഴിഞ്ഞു. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, മോഹിക്കരുത് എന്നിവയും മറ്റേത് തരത്തിലും നിങ്ങൾ പോലെ ഒരു അയൽക്കാരനെ സ്നേഹിക്കണം എന്ന ഒരു വാക്യത്തിൽ സന്ദേശിക്കണം. സ്നേഹം അയൽക്കാരൻ ഒരു ദ്രോഹവും ചെയ്യുന്നില്ല. അതുകൊണ്ട് നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹമാണ്. നിയമത്തിന്റെ പൂർത്തീകരണ സ്നേഹമാണ്. അതുകൊണ്ട് അയൽവക്കത്തിൽ മന്ത്രമോട് താമസിക്കുന്ന അവനൊക്കെ സ്നേഹിക്കാനാണ്. മന്ത്രവാദി വീട്ടിൽ താമസിപ്പിക്കുവാണ്. മന്ത്രവാദത്തിന് പോയവരൊക്കെ ഇല്ലേ? മനുഷ്യരെ വിശ്വസിച്ചിട്ട് അവൻ ചർച്ചയ്ക്ക് തോന്നിക്കണം.